ആഗോള ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ജെറീക്കോ പ്രാർത്ഥന എന്താണെന്ന് നമുക്കറിയാം. വാഗ്ദാന നാട് പ്രാപിക്കുന്നതിന് വേണ്ടി വിശ്വാസ സമൂഹം മുന്നേറുമ്പോൾ അവിടെ മുമ്പിൽ വരുന്ന ഒരു പ്രതിബന്ധമാണ് ചെങ്കടലും, പിന്നെ ജെറീക്കോ കോട്ടയും, പിന്നെ ജോർദാൻ നദിയും. ഇതെല്ലാം കടന്ന് പോകും. അപ്പോൾ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഈ വഴികളിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, അത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഭൗതിക പ്രതിസന്ധിയായാലും അതിനെ എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റുന്ന ആധ്യാത്മികമായ ശുശ്രൂഷകളുണ്ട്. അതിലൊന്നാണ് ബൈബിളിൽ പറയുന്ന ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ജെറീക്കോ പട്ടണത്തിന് ചുറ്റും തങ്ങൾക്ക് ഒരു കാരണവശാലും തങ്ങളുടെ വംശം അവശേഷിക്കത്തില്ല. അനാർക്കിൻ്റെ വലിയ ഗോലിയാത്ത് കണക്കുള്ള വലിയ മല്ലന്മാർ, അത്ര ഫിലിസ്തീൻ മല്ലനെ പോലെയുള്ള മല്ലന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ജെറീക്കോ. അപ്പോൾ ഇവർ ആക്രമിക്കപ്പെടും, നശിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ ദൈവം പറഞ്ഞ്, നിങ്ങൾ കൃപാസനം തോളിൽ കാവി 7 പ്രാവശ്യം ഇതിന് വലം വെക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട്, കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോഴിത് പൊടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവരാണ്. മോസസ്, ഏലിയ, കലീബ്, ജോഷുവ എല്ലാവരും ഭയങ്കര വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്. നമ്മൾ അവരുടെ ജീവിതാനുഭവങ്ങളും സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതവുമായിട്ട് അതിങ്ങനെ ദൈവശക്തി ഇങ്ങനെ സംക്രമിച്ചുകൊണ്ടിരിക്കും. അവർ ചെയ്ത കാര്യങ്ങൾ അനുവർത്തിക്കുമ്പോൾ, അതേ ഫോർമുല നമ്മൾ അനുവർത്തിക്കുമ്പോൾ അതുപോലുള്ള ദൈവാനുഭവം നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും. ഈ ഉടമ്പടി മുഴുവനും പഴയ നിയമത്തിൽ നിന്ന് എടുത്തതാണ്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോഴാണ് അത് പുതിയ നിയമമായിട്ട് കണക്ട് ചെയ്യണത്. ഈ ജെറീക്കോ, ആഗോള ജെറീക്കോ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെറീക്കോ പ്രാർത്ഥന ബൈബിളിലുള്ളത് നമുക്കറിയാം. അത് അവർക്ക് അവരുടെ കഴിവിന് അപ്പുറത്തുള്ള സംഭവങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ സംവിധാനമാണ് ജെറീക്കോ പ്രാർത്ഥന. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇവർ ജെറീക്കോയ്ക്ക് ചുറ്റും വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് നടന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. 7-ാം ദിവസം അത് പൊടിഞ്ഞു വീഴും.